കേരളത്തിൽ നിന്നാണോന്ന്? ഈ കെട്ടും കട എടുത്ത് കേരളത്തിൽ നിന്നാണോ വരുന്നത്? हिमालयन है, नाम क्या है? सुपर, थोड़ा थोड़ा या, थैंक यू सर. പഞ്ചാബിലെ കാഴ്ചകൾ കണ്ട് നേരെ തിരിച്ചത് ഇന്ത്യയുടെ വടക്കേ അതിർത്തി സംസ്ഥാനമായ ജമ്മു കാശ്മീരിൻ്റെ തലസ്ഥാന നഗരമായ ശ്രീനഗറിലേക്കായിരുന്നു. ശ്രീനഗർ നഗരം തടാകങ്ങൾക്കും തടാകങ്ങളിലെ ഹൗസ് ബോട്ടുകൾക്കും പ്രശസ്തമായ ഒരു സ്ഥലം. ഉയർന്ന വനങ്ങളും പർവ്വതങ്ങൾക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീനഗറിന് ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. ധാരാളം പള്ളികൾക്കും ക്ഷേത്രങ്ങൾക്കും പേരുകേട്ട ശ്രീനഗറിലേക്കായിരുന്നു പഞ്ചാബിൽ നിന്ന് ഞാൻ യാത്ര തിരിച്ചത്. ശ്രീനഗറിലെ കാഴ്ചകളാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ. ശ്രീനഗറിലേക്ക് പോകുമ്പോൾ നമുക്ക് ജമ്മു കയറാതെ ആ റോഡ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് പോകാൻ പറ്റിയൊരു റൂട്ടുണ്ട്, പുതിയതായിട്ടുള്ളൊരു റൂട്ടുണ്ട്. അതായത് നമ്മൾ ബൈക്കിൽ പോകുമ്പം ചൗക്ക് ദയാല എന്ന് പറഞ്ഞൊരു സ്ഥലമെത്തും. അവിടെ നമ്മൾ അവിടുന്ന് റൈറ്റ് എടുക്കണം. ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെ നമ്മൾ റൈറ്റ് എടുത്ത് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ജമ്മു ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് നേരെ ശ്രീനഗറിലേക്ക് എത്താൻ പറ്റും. ഇതിപ്പോൾ പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന റോഡാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു റൂട്ട് മനസ്സിൽ കുറിച്ച് വെക്കണം. ജമ്മുവിലേക്ക് കയറുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ സിം ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാകും. അതായത് എനിക്ക് അബദ്ധം പറ്റി, എൻ്റെ സിം ഇടയ്ക്ക് ഗൂഗിൾ മാപ്പിൽ ഞാൻ നോക്കി വരുമ്പോഴാണ് മനസ്സിലായത് എൻ്റെ സിം കട്ടായിപ്പോയി. അപ്പോൾ ഇനി ശ്രീനഗർ വരെ ഞാൻ ഈ സിം ഗൂഗിൾ മാപ്പ് ഇല്ലാതെ വേണം പോകുവാനായിട്ട്. അതായത് നമ്മുടെ നാട്ടിലെ സിം ഈ റൂട്ടിൽ കയറി കഴിയുമ്പോൾ നമ്മുടെ സിം കട്ടാകും. ഇനി ശ്രീനഗറിൽ ചെന്നിട്ട് വേണം പുതിയൊരു സിം എടുക്കാനായിട്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, BRO റോഡ് ഈസ് ഹില്ലി, ഡോണ്ട് റൈഡ് സില്ലി. അതിപ്പോൾ ഒരു ഹിൽ റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു തമിഴ്നാടൻ ശൈലിയിലുള്ള റോഡുകളാണ് ഇതൊക്കെ. നമ്മളിങ്ങനെ ഇതെല്ലാം പട്ടാളക്കാരുടെ ഏരിയയാണ്. ഇങ്ങനെ ഇത് ചുറ്റും നമ്മളതിലെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കത്വ താഴ്വരയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കത്വ താഴ്വര നമ്മളിങ്ങനെ പത്രമാധ്യമങ്ങളിലൊക്കെ ഒത്തിരി കേട്ടിട്ടുള്ള സ്ഥലങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതിൻ്റെ മറുവശം എന്ന് പറയുന്നത് പുൽവാമയാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവാം പുൽവാമ അറ്റാക്ക്. അങ്ങനെ ഇത് മിലിറ്ററിയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ ഇനി ഇവിടുന്ന് ലേ ലഡാക്ക് വരെ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കത്വ താഴ്വരയിലൂടെ ഇങ്ങനെ പോകുന്നു. ഇതിൻ്റെ മറുസ്ഥലം എന്ന് പറയുന്നത് പുൽവാമ ആണ്. അപ്പം ധാരാളം ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയിലൂടെയാണ്. ഇതൊരു വനപ്രദേശം തന്നെയാണ്. ഈ ഒരു വനപ്രദേശത്തിനുള്ളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.
അമൃത്സറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആദ്യം തീരുമാനിച്ചത് ഉധംപൂർ എന്ന സ്ഥലത്ത് താമസിക്കുവാനായിട്ടായിരുന്നു. പക്ഷേ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ ഏകദേശം 9 മണിക്കൂറേ കാണിക്കുന്നുള്ളൂ ശ്രീനഗർ വരെ. അങ്ങനെ ഉധംപൂറിലെ താമസം ഒഴിവാക്കിക്കൊണ്ട് നേരെ ശ്രീനഗറിലേക്ക് പോവുകയാണ്. ഉധംപൂറിലെ കാഴ്ചകൾ അതെല്ലാം കണ്ടുകൊണ്ട് ശ്രീനഗർ എന്ന സ്ഥലത്തേക്ക് മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോഡ് മുഴുവൻ ബ്ലോക്കൊക്കെയാണ്. പ്രത്യേകിച്ച് അമർനാഥ് യാത്ര നടക്കുന്നത് കൊണ്ട് മിലിറ്ററിയുടെ ചെക്കിങ്, ബ്ലോക്ക്, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പയ്യെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉധംപൂരിലെത്തിയപ്പോഴാണ് മനസ്സിലായത് ഒരു കാരണവശാലും മിലിറ്ററിയുടെ വണ്ടിയെ ഓവർടേക്ക് ചെയ്യരുതെന്ന്. കാരണം നമ്മുടെ സുരക്ഷ അവർ കണ്ടുകൊണ്ടാണ് എപ്പോഴും ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ മിലിറ്ററിയുടെ ഒരു വണ്ടി അവർ കൈ കാണിക്കാതെ മിലിറ്ററിയുടെ വണ്ടിയെ ഓവർടേക്ക് ചെയ്യരുത്. അത് ഞാൻ ഉധംപൂരിലെത്തിയപ്പോഴാണ് എനിക്ക് ഈ ഒരു കാര്യം മനസ്സിലായത്. പിന്നെ കുറേ നേരം ഇവിടെ കിടക്കേണ്ട വന്നു. പ്രത്യേകിച്ച് നല്ല ട്രാഫിക് ബ്ലോക്ക് ആയതുകൊണ്ട് മിലിറ്ററിക്കാരുടെ കൂടെ കുറേ നേരം അവരുടെ വണ്ടിയുടെ പുറകുവശത്ത് ഇങ്ങനെ നോക്കി കിടക്കേണ്ട വന്നു. ഈ ഒരു ബ്ലോക്ക് വളരെ നല്ലൊരു ബ്ലോക്ക് ആയിരുന്നെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അങ്ങനെ വഴി തെറ്റിയൊക്കെയാണെങ്കിലും ശ്രീനഗർ എത്തിച്ചേർന്നു. താമസിക്കുന്ന ഹോട്ടലിൽ എത്തിച്ചേർന്നു. കാരണം എൻ്റെ ക്യാമറയുടെ ബാറ്ററിയൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് പെട്ടെന്ന് തീർന്നു പോകുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ വിഷ്വൽ കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് സാധിച്ചില്ല. പിന്നെ ചില സ്ഥലത്തൊക്കെ വന്നപ്പോൾ ആർമിക്കാർ പറഞ്ഞു ഇനി അങ്ങോട്ട് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കരുത്, ചില സെക്യൂരിറ്റി റീസൺസ് ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു. അതുകൊണ്ട് തന്നെ ഈ ശ്രീനഗറുമായിട്ട് ബന്ധപ്പെട്ട കുറേ വീഡിയോസ് കാര്യങ്ങളൊന്നും ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നില്ല. അതിന് ചില സെക്യൂരിറ്റി റീസൺസ് അങ്ങനെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഞാനതിവിടെ അപ്ലോഡ് ചെയ്യുന്നില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ ക്യാമറയുടെ ബാറ്ററി വളരെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് തീർന്നു. അങ്ങനെ ഞാൻ ഒരുവിധം താമസിക്കുന്ന ഹോട്ടലിൽ എത്തിച്ചേർന്നു. ശ്രീനഗറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാഴ്ചകളിൽ ഒന്നാണ് ശങ്കരാചാര്യൻ്റെ അമ്പലം എന്ന് പറയുന്നത്. ശ്രീനഗർ നഗരത്തിൻ്റെ മുഖമുദ്രയാണ് ശങ്കരാചാര്യൻ്റെ കുന്നും ആ ക്ഷേത്രവും. അതായത് ഈ ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗം പുരാതന കാശ്മീരിൻ്റെ വാസ്തുവിദ്യയുടെ ഘടനയിൽ അലങ്കരിച്ചിരിക്കുന്ന അമ്പലങ്ങളിൽ ഒന്നാണ്. ബുദ്ധമത വാസ്തുവിദ്യയുടെ പ്രതീകമായിട്ട് ഈ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു. നൂറ്റാണ്ടുകളായിട്ട് ധാരാളം പേരുകളിൽ ഈ കുന്ന് അറിയപ്പെടുന്നുണ്ട്. ഗോപാതിരിക്കുന്ന്, സന്ധിമാന പർവ്വതം, കോയി സുലൈമാൻ, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആ ക്ഷേത്രത്തിലെ കാഴ്ചകളാണ്
ഇനി തുടർന്ന് കാണാൻ പോകുന്നത്. അങ്ങനെ ശങ്കരാചാര്യ ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ട് ആ കുന്നിൻ്റെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം ഒരു കുന്നിൻ്റെ മുകളിൽ എന്ന് പറയുമ്പോൾ ധാരാളം വനപ്രദേശങ്ങളാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ധാരാളം പർവ്വതങ്ങളുടെ ഇടയിലാണ് ഈ ഒരു ശ്രീനഗർ എന്നൊരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് ധാരാളം ആളുകൾ പോകുന്നുണ്ട്. നമ്മളിപ്പോൾ താഴെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ നമ്മുടെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം എഴുതി കൊടുക്കണം. അങ്ങനെ നമ്മൾ ഈ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കഥകളും ചരിത്രവും ഈ ഒരു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് യേശുക്രിസ്തു തൻ്റെ കാലത്ത് ഈ ക്ഷേത്രം സന്ദർശിച്ചിരുന്നതായിട്ട് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ചില ചരിത്രങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ യേശുക്രിസ്തു കാശ്മീരിലാണ് അടക്കിയിട്ടുള്ളതെന്നൊക്കെ പറയുന്നത് പോലെ തന്നെ വിശ്വാസവും ചരിത്രങ്ങളുമാണ്. എന്തായാലും ഈ ഒരു ക്ഷേത്രം സന്ദർശിച്ചിരുന്നതായിട്ട് ഇവിടെയുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു പള്ളി ഉണ്ടായിരുന്നതായിട്ടും ചില ചരിത്രങ്ങളിലൊക്കെ പറയുന്നുണ്ട്. ഇതൊരു ആരാധനാലയമായിരുന്നു. പിന്നീട് കാലക്രമേണ ഈ ഒരു അമ്പലം വന്നതുകൂടി ഈ ഒരു പള്ളി ഇല്ലാതായി എന്നൊക്കെ പറയുന്നു. അപ്പോൾ ധാരാളം ആളുകളാണ് ഈ ഒരു അമ്പലം കാണാനായിട്ട് കടന്നു വരുന്നത്. അപ്പം ഞങ്ങൾ വരുന്ന സമയത്ത് അമർനാഥ് യാത്ര നടക്കുന്നതുകൊണ്ട് നിരവധി തീർത്ഥാടകർ ഇവിടെ വന്നതിന് ശേഷമാണ് അമർനാഥ് യാത്ര കാണാനായിട്ട് കടന്നു പോകുന്നത്. അങ്ങനെ ഇതാണ് ശങ്കരാചാര്യ ക്ഷേത്രം എന്ന് പറയുന്നത്. ധാരാളം ആളുകളാണ്. നമ്മളപ്പോൾ ക്യൂ നിന്നിട്ട് വേണം ഇവിടെ നിന്ന് ലൈനായിട്ട് കയറിപ്പോയി അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിറങ്ങി വരണം. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് താഴെയുള്ള ദാൽ തടാകം, ശ്രീനഗറിൻ്റെ ഏകദേശം ഒരു രൂപം, ഒരു ചിത്രം നമുക്ക് ഇവിടെ നിന്ന് മനോഹരമായിട്ട് കാണാനായിട്ട് സാധിക്കും. ശങ്കരാചാര്യൻ്റെ അമ്പലം കണ്ടതിന് ശേഷം നേരെ പോയത് ഷാലിമാർ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ്. പൂക്കളുടെ മനോഹരമായ കുറേ കാഴ്ചകൾ കാണാൻ വേണ്ടി പോയതാണ്. പക്ഷെ അവിടെ ഇവിടെയും കുറച്ച് പൂക്കൾ മാത്രമേ ഉള്ളൂ. കാരണം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് സീസൺ അല്ല ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ വളരെ കുറവായിരുന്നു. എന്നിരുന്നാൽ തന്നെയും വന്ന സ്ഥിതിക്ക് ഇതെല്ലാം ഒന്ന് കയറി കണ്ട് ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി വീണ്ടും നേരെ ഹോട്ടലിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ ശ്രീനഗറിലെ വളരെ കുറച്ച് കാഴ്ചകൾ മാത്രമേ എനിക്കൊരു എപ്പിസോഡിൽ ഇടാൻ സാധിച്ചിട്ടുള്ളൂ. ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടും വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല സ്ഥലത്തും റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നിരുന്നാൽ തന്നെയും പ്രധാനപ്പെട്ട ശങ്കരാചാര്യൻ്റെ അമ്പലമായിരുന്നു ഏറ്റവും കാണണമെന്ന് ആഗ്രഹിച്ചത്. അത് കാണാനായിട്ട് സാധിച്ചു.
ശ്രീനഗറിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി വരുന്ന എപ്പിസോഡിൽ കാണാൻ പോകുന്നത് ഉയരങ്ങളിലെ അപകട പാതയെപ്പറ്റിയാണ്. ലഡാക്കിലേക്ക് പോകുമ്പോൾ ഏറ്റവും അപകടം നിറഞ്ഞ ഒരു ചുരമുണ്ട്, സോജില്ല ചുരം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3528 മീറ്റർ ഉയരമുള്ള സോജില്ല ചുരം ശ്രീനഗറിൽ നിന്ന് 110 കിലോമീറ്റർ അകലെയാണ്. നാളെ ആ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. കാത്തിരിക്കുക പുതിയ മറ്റൊരു എപ്പിസോഡിന് വേണ്ടിയിട്ട്. താങ്ക് യു.